ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരണങ്ങൾ പലതും നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ തീർത്തു പോവാറില്ലേ? ചിലരങ്ങ് സ്തംഭിച്ച് നിൽക്കാറുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഉപ്പ ആക്സിഡന്റായി മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞാണ് ഉമ്മ ഒന്ന് ചിരിച്ചതെന്ന്. ഉമ്മ എന്നാലും ചിരിച്ചുവല്ലോ. മരണം കൊണ്ട് ഉണ്ടാകുന്നതായ ഒരു മനുഷ്യന്റെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, ആ മനസ്സൊന്ന് പിടച്ച അവസ്ഥയിൽ പോലും പരിഹാരം കണ്ടു എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ മരണമെന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. എപ്പോഴാണ് സഹോദര നമുക്ക് നന്നാവാൻ പറ്റാ? ഹൃദയത്തിന്റെ അകത്ത് നമുക്ക് കറ പിടിച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല? നിസ്കാരത്തിന്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് ലഹരി കിട്ടുന്നില്ല. നിസ്കാരം ലഹരിയല്ലേ? പുണ്യനബി പഠിപ്പിച്ചല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോ ഹൃദയത്തിന്റെ അകത്തേക്ക് കറുത്ത അടയാളം വന്നു ചേരുകയാ. കറുത്ത അടയാളം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്യുന്നുവെങ്കിൽ കഴുകുന്നു അവന്റെ കൽബിനെ, അത് വെളുത്തു വരുന്നു. ആരാണ് ഹൃദയത്തിൽ തട്ടിയ തൗബ ചെയ്യാം? ഹൃദയത്തിൽ തട്ടിയ തൗബ കൊണ്ട് കൽബ് കഴുകുന്നു എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നാൽ കേട്ടോളൂ, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്വാബഹുൽ മാ. ഇരുമ്പിൽ ഈർപ്പമെത്തിക്കഴിഞ്ഞാൽ, ഇരുമ്പിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കറ വരുന്നു, തുരുമ്പെടുക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഹൃദയത്തിൽ കറയുണ്ട് മുഅ്മിനെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കറ കളയാനാ റമദാൻ വരുന്നത്. ഈ കറ കളഞ്ഞവർക്ക് കലിമ ചൊല്ലാൻ പറ്റാ. ഈ കറ കളഞ്ഞാലാ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റാ. ഈ കറ കളഞ്ഞാലാ നിസ്കാരത്തിൽ കയ്യങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ അമൂർത്ത പാദം പൊടിമണി പുരണ്ട പിതാവിനെ കണ്ട ദിവമ്പലോട് താത്താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താത്തന്റെ ഗാത്രങ്ങളിലായി പതിച്ചു. കുമാരിയാൾ തൻ ചുട്ടു കണ്ണുനീർ. മനോഹരമായ വരികൾ, വെള്ളത്തോളിന്റെ വരികൾ. ഹബീബായ നബി തങ്ങൾ പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോൾ ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ അല്ലാഹുവിന്റെ ഹബീബിനെ മണ്ണിട്ട് മൂടുകയാ. നിസ്കാരത്തിന്റെ ലഹരിയിൽ അതറിയാതെ പോവുകയാ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഒരു അധ്യായം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുറൈശികളിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ, താടനങ്ങൾ, അവരിൽ നിന്നും അനുഭവിച്ച എടകേറുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ശീർഷകത്തിൽ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഒരു ഹെഡിങ് തന്നെ പറയുന്നുണ്ട്. അവിടെ കാണാം, പുന്നാര നബി തങ്ങളുടെ ശിരസിന്റെ മുകളിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടുന്നുണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വലിയ ഒരു ഫിഖ്ഹിന്റെ മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് ആ സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. നജസായ കുടൽമാല കൊണ്ട് ഹബീബിന്റെ നിസ്കാരം സ്വഹീഹാകുമോ? ആ നിസ്കാരം പിന്നീട് മടക്കിയോ? തുടങ്ങുന്ന ചർച്ച വരും വിധം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വലിയ ഒരു വാതായനം തുറന്ന സംഭവം. പുന്നാര നബി തങ്ങൾ ശിരസിലേക്ക് കുടൽമാല ചാർത്തിയപ്പോഴും വെള്ളത്തോളിന്റെ വരികളിൽ കാണാം ചരിത്രത്തിന്റെ മറ്റൊരു ഉദ്ധരണി. അവിടത്തെ ജീവനോട് മണ്ണിട്ട് മൂടുകയാണ്. മൺകൂനയുടെ ഉള്ളിൽപ്പെട്ട പ്രവാചക പുങ്കവരെ പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ സുജൂദ് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. പുന്നാര പൂമാൻ അവിടെ നിന്നും
ഉണർന്നെഴുന്നേറ്റപ്പോ ചിന്ന ഭിന്ന ശിഥിലമായി ചിതറിത്തെറിച്ച് വീണ മണൽത്തരികള് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായി പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ആ നീണ്ട തലമുടിക്കകത്തേക്ക് പൊന്നുമോള് ഫാത്തിമ അകലെ നിന്ന് കണ്ട ആ ദയനീയമായ കാഴ്ചയിൽ പൊന്നാരമോൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ഉപ്പാന ദൂരെ നിന്ന് കണ്ട മോള് മകളെ കണ്ടു വന്ന ഉപ്പയെ പിടിച്ചിരുത്തി മകള് ആ തലമുടിയുടെ അകത്തേക്ക് കുഞ്ഞിളം പ്രായക്കാരിയുടെ മിനുസമുള്ള ചെറിയ കൈകളങ്ങ് കടത്തി വെച്ചു. എന്നിട്ട് ആ കൈവിരലുകൾ ഒന്ന് കുടഞ്ഞു. തലമുടിയിലുള്ളതായ മണൽത്തരികൾ തെറിച്ചു വീഴുമ്പോഴും ആ പുന്നാരമോളുടെ ഇടത്തെ കൈയിൽ ഒരു കുടനിറയെ വെള്ളമാണ്. എന്തിനാണെന്നറിയുമോ? പ്രിയപ്പെട്ട പിതാവിന്റെ ശിരസിലൂടെ ആ മണൽത്തരികളൊന്ന് കഴുകിക്കളയാ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ തണുത്ത വെള്ളവുമായി നിറഞ്ഞ കുടമങ്ങ് തുളുമ്പി നിൽക്കുമ്പോ മനോഹരമായ കവിയുടെ സങ്കല്പമതാ വരികളായി വരുന്നു. ആ കുടത്തിലെ തണുത്ത വെള്ളം തുളുമ്പി നിൽക്കുമ്പോഴും തണുത്ത വെള്ളം കൊണ്ട് പിതാവിന്റെ ശിരസ് കഴുകുന്നതിന് മുന്നേ കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്ന കൺതടത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ ആദ്യത്തെ തുള്ളി കണ്ണുനീരിന്റെ ചൂടുവെള്ളം കൊണ്ട് ഉപ്പാന്റെ ശിരസ് കഴുകിയ പൊന്നുമോളെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറയും വിധം ചരിത്രം ചർച്ചയായ നിസ്കാരത്തിന്റെ ലഹരിയിൽ ഒന്നും അറിയാതെ പോന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു കൊടുത്ത വെളിച്ചം കിട്ടണോ? ഹൃദയത്തിന്റെ കറകളയണോ? ഇരുമ്പിന്റെ കറകളയാൻ സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് കൊണ്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കറ പിടിച്ചതായ കൽബിന്റെ കറ കളയാൻ എങ്ങനെയാ നബിയെ സാധിക്ക എന്ന് സ്വഹാബി ചോദിക്കുന്നു. ഈ ചോദ്യം പുന്നാരബിയോട് ഉന്നയിക്കാൻ സമയമെടുത്താൽ പോലും അതിന്റെ ഉത്തരം വരാൻ വൈകിയില്ല. അവിടുന്ന് പറഞ്ഞു, രണ്ട് വഴികളാ ഹൃദയം നന്നാവാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ വഴി കേട്ടോളൂ. ഒന്നാമത്തെ വഴി കസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണത്തെ കുറിച്ചുള്ളതായ ഓർമ്മ. തൃശൂർ ജില്ലയിലെ മാണിയം കാവിലെ ഇന്നലെ രാത്രി വാഴ്ന്നു കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോ അതാ കോണത്ത് കുന്നിലെത്തിയപ്പോൾ ഒരു വീടിന്റെ മുന്നിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കാം. ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വാഹനം നിർത്തി ചോദിച്ചു, എന്തു പറ്റി? പരിചയ സമ്പന്നരായ ചില സഹോദരന്മാര് പറഞ്ഞു, ഒരാൾ മരിച്ചിട്ടുണ്ട്. അവിടെ നിർത്തിയേറെ വൈകിയിരുന്നു. ഏകദേശം 1 മണിയോടടുത്ത സമയമായിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ കയറി ഫാത്തിഹ ഓതി ദുആ ചെയ്തു. പ്രിയമുള്ളവരെ, ആ സഹോദരൻ മരിച്ചിരിക്കുന്നത് ആ വീട്ടിലല്ല. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി നജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങി ഖാജയുടെ കുടുംബക്കാരന് സിയാറത്ത് ചെയ്യാൻ പരിശുദ്ധ ദർഗാ ശരീഫ് വിട്ട് 60 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് സിയാറത്തിൽ നിന്നും സിയാറത്തിലേക്ക് പോയ സമയം മഹാന്മാരുടെ കദമിൽ വെച്ചുകൊണ്ടുണ്ടായ മരണം ഓർത്ത് നോക്കണേ. അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തുമ്പോഴും ആ മയ്യിത്ത് വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നാ മനസ്സിലാകുന്നത്. അത്രത്തോളം കൊറോണ തീർത്ത പ്രതിസന്ധിക്ക് ശേഷം നാം മരണത്തെ നിരന്തരം കാണുകയാ. ഓർത്ത് വെച്ചോ, നമ്മുടെ വീടിന്റെ മുന്നിലും ഒരു നീലട്ടാർപ്പായ വലിച്ചു കെട്ടുമിടോ, ചുവന്ന കസേര നിരത്തുമിടോ. നമ്മെ കുറിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു പറയാ മയ്യിത്ത് എന്ന. ഉറ്റവരും ഉടയവരും കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ കവിൾത്തടത്തിൽ നിന്നും അതവർ തുടച്ചു മാറ്റുമിടോ. നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ അവിടെ വീതം ചെയ്യപ്പെടുമിടോ. ആ മരണത്തിന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവും. രണ്ടാമതൊരു വഴി തിലാവത്തുൽ ഖുർആൻ. ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്തോ, മനസ്സ് നന്നാവും. ഒരു ആയത്ത് ഏറെ അത്ഭുതപ്പെടുത്തി. സൂറത്തുൽ ഫാത്തിറിന്റെ ആയത്തിൽ അല്ലാഹു കുറെ അമലുകൾ പറയുന്നു. ആദ്യം പറഞ്ഞ അമല് തനിച്ചിരുന്ന് ഖുർആൻ ഓതല. അറിയുന്നവർക്കും ഓതാം, അറിയാത്തവർക്കും നോക്കിയാൽ തന്നെ ഒരു ഖിറാഅത്തിന്റെ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാഹ്
وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ആദ്യം പറഞ്ഞ അമൽ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളുടെ മുന്നിൽ കാണാം. ശഅബാൻ മാസം വന്നാൽ സ്വഹാബത്ത് മുസ്ഹഫിൽ മുഖം കുത്തുമായിരുന്നുവത്രേ. മഹാനായ ഇമാം ഇബ്നു റജബ് തങ്ങള് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നു, സ്വഹാബികൾ മുഖം കുത്തിയ മാസമാണ്, മുസ്ഹഫിൽ മുഖം കുത്തി വീണ മാസമാണ് ശഅബാൻ മാസം. എന്തുകൊണ്ട്? അവര് ഖുർആനിൽ ലയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കണം, ഓതാൻ പഠിക്കണം, നോക്കിയിരിക്കണം, നോക്കി കണ്ടിങ്ങനെ ഓതണം. കണ്ടു ഒരു ഖത്തം തീരണം, കണ്ണുകൊണ്ടൊരു ഖത്തം, നാവ് കൊണ്ടൊരു ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടും ഖത്തമാവണം, നാവ് കൊണ്ട്. ഒരു സഹോദരൻ ഹെഡ്സെറ്റ് വെച്ചു, ആ ഖിറാഅത്തിന്റെ ഒപ്പം അവൻ കേട്ടു ഓതി, ചെവി കൊണ്ടും ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. ഈ ആയത്തിൽ പറയുന്ന ഒന്നാമത്തെ അമല് യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിനെ തനിച്ചിരുന്ന് ഓതുന്നു. അങ്ങനത്തെ ആളുകൾ ഖുർആൻ തനിച്ചിരുന്ന് ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം എളുപ്പമായി. ഒരാളോട് പറഞ്ഞു ഉറങ്ങിക്കോ രാത്രി, പക്ഷേ ഉറങ്ങുമ്പോൾ കുറച്ചേ ഉറങ്ങാവൂ. അങ്ങനെ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കോ, രാത്രി ഉറങ്ങിക്കോ, മൂടി പുതച്ച് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പ്രയോഗം മുസമ്മിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രി ഉറങ്ങിക്കോ, പക്ഷെ കുറച്ച്. ആ കുറച്ച് എന്നതിനെ പിന്നെയും പകുതിയാക്കിക്കോ. പകുതി എന്ന് പറഞ്ഞതിനെ പിന്നെയും കുറച്ചോ. ഖലീല, പിന്നെയും കുറച്ച് ഉറങ്ങിയാൽ മതി. കൂടുതൽ അങ്ങ് നിന്ന് നിസ്കരിക്കണേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് നിന്നങ്ങോട്ട് നിസ്കരിക്കണം. ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഇത്ര പ്രയാസമുള്ള കാര്യം. ഒരു വലിയ അലാറം, മനസ്സിന്റെ ഒരു ഓർമ്മയുണ്ടല്ലോ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എണീക്കണം, കിടന്നിട്ട് എണീക്കണം, ഒരുപാട് നിസ്കരിക്കണം. എന്നിട്ടോ ആ പാതിരാവിന്റെ ഉറക്കച്ചടയിൽ മനോഹരമായ ഭാഷയിൽ വറത്തിലിൽ ഖുർആന തർത്തീലാ, ഖുർആന വശ്യ മനോഹരമായ ശാബ്ദിക മിശ്രണത്തിന്റെ അകമ്പടിയോടുകൂടെ ഓതണേ നബിയേ. അപ്പൊ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇത്ര കൂടുതൽ നിസ്കരിക്കാനുള്ള ഊർജം. ശേഷം പറഞ്ഞു, നന്നായിട്ട് ഖുർആൻ ഓതിക്കോ, ഇത് നടക്കും. ഏത് മഹാന്റെ ജീവിതം നോക്കിയാലും അതുകൊണ്ടായി ആയത്തിൽ അല്ലാഹു പറഞ്ഞത് തനിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന ആളുകൾ. രണ്ടാമതാ ഫർദ് നിസ്കാരം പറഞ്ഞത് അഖാമ യുഖീമു, വിശാലമായി പന്തലിന്റെ നടുവിലൂടെ ഇങ്ങനെ തൂണിട്ട് പോയിട്ടുണ്ട്, സൈഡ് ഭാഗങ്ങളിലൂടെയും തൂണിട്ട് പോയിട്ടുണ്ട്. ഈ തൂണ് സ്ഥാപിക്കുന്നതിന് അറബിയിൽ പറയും അഖാമ യുഖീമു. ഈ പന്തലിന്റെ തൂണ് അവിടെ ഇവിടെ എന്നതിന് ഏകദേശം ഒരു സമദൂരമുണ്ട്. ആ തൂണുണ്ടെന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ പന്തല് ദുർബല. സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിക്കുമ്പോഴാ അതിന് ബലം കിട്ടും. അങ്ങനെയല്ലേ ഒരു ബിൽഡിങ്ങിന്റെ പില്ലറ് വാർത്തിടേണ്ടടുത്ത് തന്നെ വാർത്തിട്ടാല ആ മേലെ വാർപ്പ് വരുമ്പോൾ അതിന് ബലം കിട്ടും. അങ്ങനെയാണല്ലോ. ആ കാണുന്ന ആ ബോക്സ് വെച്ചിരിക്കുന്ന വലിയ ഭാരം താങ്ങുന്ന ആ സ്റ്റാൻഡിന് 4 കാലുകളുണ്ട്. നോക്കൂ, അത് 4 കാലിൽ ഒരു കാല് ഊരി മുകളിൽ വെച്ചു. അതിലുണ്ടോ കാലം ഉണ്ടായാലും മുകളിലിരിപ്പുണ്ട്. 3 കാലിൽ നിർത്തിയ ഒരു പക്ഷെ അത് വീഴും. ആ ഖാമ യുഖീമു ആണ് ഇപ്പൊ കൃത്യമായിട്ട് ആ 4 കാല് വെക്കണ്ടടുത്ത് വെച്ചു. അഖാമ യുഖീമു എന്നുള്ളതാണ് തഖ്വീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു അഹ്സനി തഖ്വീമില മനുഷ്യനെ പടച്ചത്. കണ്ണ് ഇവിടെ വെക്കുന്നതിന് പകരം അല്ലാഹു ഒരു കണ്ണ് ഇവിടെ വെച്ചു, ഒരു കണ്ണ് ഇവിടെ വെച്ചു. എന്ത്
ഇപ്പൊ ഞങ്ങളുടെ ഒരു കൈ ഇവിടെ വെച്ചു, കൈ എങ്ങനെ വെച്ചത്, മറ്റേ കൈ വേറെ എവിടെയും കൊണ്ട് വെച്ചു. ഒരു കാലിരിക്കുന്നിടത്തിൽ ഒരു കയ്യും വെച്ചു, അപ്പുറത്തെ കൊണ്ടുവന്നിട്ട് ആ കാലും വെച്ചു. അഖാമ യുഖീമു പറയൂല. അഖാമ യുഖീമു ഖുർആൻ എവിടെ അഖീമുസ്സലായ പറയുന്നത്. കൃത്യമായി നിർവഹിക്കുന്ന നിസ്കാരം, അതിന്റെ സമയം പാലിക്കുന്നു, എവിടെ സ്ഥാപിക്കണോ അവിടെ അവ്വൽ വഖ്ത്. നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് തൂണ് എന്ന, നിന്റെ ദീനീ ബോധത്തിന്റെ തൂണ. നിസ്കാരം സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ ദീനീ ബോധം എന്ന നിന്റെ ആ അവസ്ഥ തകർന്നു വീഴും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയത്തിൽ ആദ്യം പറഞ്ഞു നിസ്കാരത്തെ സമയത്തിൽ നിർവഹിക്കണോ, നിങ്ങൾ ആദ്യം ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരാവൂ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് പിന്നെ പറഞ്ഞു അല്ലാഹു കൊടുത്തത് എന്തൊക്കെയോ അതൊക്കെ ദാനം ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടാവും. സിർറൻ, ആരും ബോധിപ്പിക്കാതെയും, ആരെങ്കിലും കണ്ട ഇപ്പൊ കൊടുത്തത് പോലെ കുറച്ചും കൂടി കൂടുതലും കൊടുക്കേണ്ടി വരുമെന്ന മാനസിക പരീക്ഷണം. ആരും കാണാതെ കൊടുത്ത 500 കൊടുത്തത്, ആരെങ്കിലും കേട്ട മോശ ചിലപ്പോ 50,000 കൊടുക്കേണ്ടി വരും. അവിടെയും ഒരു മാനസിക പരീക്ഷണത്തിൽ നിനക്ക് ഇഖ്ലാസ് നിലനിർത്തണോ, സിർറൻ വഅലാനിയ. ആദ്യം പറഞ്ഞു യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ തനിച്ചിരുന്നു. അതിനെ ഖുർആൻ പാരായണം കൊണ്ട് അമലിൽ ഇഖ്ലാസ് വരും. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഏത് മഹാനെ എടുത്തു നോക്കിയാലും ആ മഹാന്റെ ജീവിതത്തിൽ ഒരുപാട് അമല് കാണുന്നുവെങ്കിൽ ആ മഹാനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം കൂടുതലുണ്ട്. ഞാനൊരു മഹാനെ പറയാം, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉറക്കെ പറയൂ, സ്വർഗ്ഗത്തിന്റെ കമാനത്തിൽ ഉസ്മാന്റെ പേര് ഞാൻ കണ്ടു. നബി മുഹമ്മദ് മുസ്തഫ ജിബ്രീലിന്റെ ചിറകിലും ഞാൻ ഉസ്മാന്റെ പേര് കണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ഓരോ പ്രവാചകന്മാർക്കും ഒരു ആത്മമിത്രം സ്വർഗ്ഗത്തിന്റെ അകത്തുണ്ട്. എന്റെ ആത്മമിത്രം എന്റെ ഉസ്മാൻ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. അൻസാഇബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അന്ന ഉസ്മാൻ ഖറഅൽ ഖുർആന ലൈലതൻ ഫീ റകഅത്തിൻ ലം യുസല്ലി ഗൈറഹാ. നിസ്കരിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൈ കെട്ടിയാൽ ഒരു റകഅത്ത് ഒരു രാത്രി മുഴുവനുമാ, ഒരു രാത്രി മുഴുവനും ഒറ്റ റകഅത്ത്. സഹൽ ഫൈസി വെറുതെ പറഞ്ഞതല്ല, ലോകം കണ്ട മഹാപണ്ഡിത പ്രഭു മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീഹിന്റെ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറിൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഇസ്നാദുൽ സ്വഹീഹ്, സ്വഹീഹായ ഉദ്ധരണിയ. ഒറ്റ റകഅത്ത് ഒരു രാത്രി മുഴുവൻ ഒരു മനുഷ്യനാ നിൽപ്പ് നിൽക്കണമെങ്കിൽ അസാധ്യം, അസാധ്യം. ഒരു റകഅത്തിന്റെ ദൈർഘ്യത ഒരു രാത്രി മുഴുവൻ. ബോറടിക്കില്ലേ സഹോദര? എങ്ങനെയാ ഇത് നിലനിർത്തിക്കൊണ്ടുപോയത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് അത് നിലനിർത്താൻ വേണ്ടി മഹാനവറുകൾ ചെയ്തിരുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അൽ ബഖറ മുതൽ അന്നാസ് വരെ ഒറ്റ റകഅത്തിൽ ഒരു ഖത്മുൽ ഖുർആൻ സാധിക്കോ? ഒരു സദസ്സിൽ ഞാൻ വഴന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ സ്കോട്ട്ലൻഡിൽ ഹോട്ടൽ നടത്തുകയാണ്, അല്പമൊക്കെ ഫോർവേഡ് ചിന്തിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുമ്പോ ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ വേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ 15 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ ഓതിയാലാണ് എനിക്ക് ഒരു ഖത്മുൽ ഖുർആൻ തീരുകയുള്ളൂ. അങ്ങനെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 15 മണിക്കൂർ രാത്രി കിട്ടിയിട്ടുണ്ടോ? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും അതിനപ്പുറത്തെ കാഴ്ച കണ്ട് സംസാരിച്ച് സംവദിച്ചു, സ്വർഗവും കണ്ടു, വിശ്രമവും നടത്തി, തിരിച്ചു ഭൂമിയിലെത്തി. ഒറ്റ രാത്രി, കൃത്യമായി പറഞ്ഞാൽ 5 മണിക്കൂറും 30 മിനിറ്റും. കാലഘട്ടത്തിനപ്പുറത്തേക്ക് കടക്കും അള്ളാഹുവിന്റെ ഖുദ്റത്ത്. നമ്മൾ കണക്കൂട്ടിയതിനപ്പുറം അള്ളാഹു സഹായിക്കാന്ന് വെച്ചാൽ അള്ളാന്റെ സഹായമുണ്ട്. ഒരു ചാൺ എടുത്താൽ ഒരു മുഴം അവൻ ഇങ്ങോട്ടെടുക്കും, ഒരു മുഴമെടുത്താൽ ഒരു മാറ് അടുക്കും.
നടന്ന് റബ്ബിലേക്ക് സമീപിച്ചാൽ അവനിങ്ങോട്ട് ഓടി വരും. നബി മുഹമ്മദ് മുസ്തഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് നിസ്കാരത്തിന്റെ ദൈർഘ്യതയിൽ ബോറടിച്ചില്ല. ഹൃദയ സാന്നിധ്യം നിലനിർത്തി മഹാനവറുകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇനി കേട്ടോളൂ, ആ മഹാൻ വഫാത്താവുന്നത് പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഖുർആന്റെ പകർപ്പ് കൃത്യമായി കയ്യിലുണ്ടായിരുന്നു. ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഫാത്താവുന്നു. ഫഇൻ ആമനൂ ബിമിത്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഖ്തദൗ വതവല്ലൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് فسيكفيكهم الله وهو السميع العليم. അൽ ബഖറയുടെ 137ാമത്തെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെട്ട് വരുന്നത്. കഴുത്തിനേറ്റ വെട്ടുകൊണ്ട് ചിതറി വീണ രക്തത്തിന്റെ കറ ഈ ആയത്തിൽ വീണ മുസ്ഹഫ് എന്നും ലോകത്ത് സൂക്ഷിക്കുകയാണ്. തുർക്കിയിലെ മ്യൂസിയത്തിൽ അത് കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ മരിക്കുമ്പോഴും കയ്യിലായിരുന്നു. ഇനി അടുത്ത ഒരു മഹാനെ പറയട്ടെ. മഹാനായ ഇമാമുന അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന മഹാനല്ലേ. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മഹാനുഭാവൻ എപ്പോഴും അമലുകളിലായിരുന്നു. കേട്ടോളൂ, ഇമാം നവവി തങ്ങള് അവിടുത്തെ കിതാബുൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അതായത് അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ബഹർ ഇബ്നു നസ്ർ തങ്ങൾ പറയുന്നതായി, മാ റഅയ്തു വലാ സമിഅതു കാന ഫി അസ്രി ശാഫിഈ അത്ഖാലില്ലാഹ്. ഇമാം ശാഫിഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്ര കണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ഒരു മഹാൻ വേറെയില്ല. അങ്ങനെ ഒരാൾക്ക് കാലഘട്ടത്തിന് അതിജയിക്കാൻ കഴിയുന്ന തഖ്വയുടെ കരുത്തുണ്ടാവണോ. വലാ ഔറഉ, ഏറ്റവും സൂക്ഷ്മത, വലാ അഹ്സനു സൗസം ബിൽ ഖുർആനി മിൻഹു, ഏറ്റവും മനോഹരമായ രീതിയിൽ ആ മഹാനുഭാവൻ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. എത്ര ഓതിയെന്നറിയോ? എത്ര ഓതിയെന്നറിയുമോ? ഇമാം നവവി മജ്മൂഇൽ രേഖപ്പെടുത്തുന്നു, വഖാലൽ ഹുമൈദി റളിയല്ലാഹു അൻഹു കാന ശാഫിഈ യഖ്തിമു ഫീ കുല്ലി ശഹരിൻ 60 ഖത്മാ. ഒരു മാസം 60 ഖത്ം, ഒരു ദിവസം ഒരു മാസം 60 ഖത്ം. അപ്പൊ ഒരു ദിവസം 2 ഖത്ം. നമ്മെക്കാളും തിരക്കുള്ള പ്രഭാഷകൻ, നമ്മെക്കാളും തിരക്കുള്ള ഖതീബ്, നമ്മെക്കാളും തിരക്കുള്ള പൊതുപ്രവർത്തകൻ, നമ്മെക്കാളും തിരക്കുള്ള ചാരിറ്റിയുടെ നേതൃത്വം, നമ്മെക്കാളും തിരക്കുള്ള ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ളതായ മഹാനായ മുദർരിസ് ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലൂടെയും സഞ്ചരിച്ചു. തിരക്കുകൾ അലട്ടാതെ സമയത്തെ നിയന്ത്രിക്കാൻ ഇമാമുന ശാഫിഈ തങ്ങളുടെ മന്ദീഭവിച്ചു പോവാത്ത ബുദ്ധിയിൽ നിയന്ത്രിതമായി കാര്യങ്ങളെ കൃത്യമായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് 2 ഖത്മുൽ ഖുർആൻ 24 മണിക്കൂറിൽ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്റെ വക പറഞ്ഞതല്ല. ഇമാം നവവിയുടെ മജ്മൂഅ് എന്റെ കയ്യിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളെ പറയാം, ഏറ്റവും കൂടുതൽ അമലുള്ള ആള്, ഏറ്റവും കൂടുതൽ അമലുള്ള ആള് ആങ്ങള യഹ്യ മുതവ്വജ്. പെങ്ങളുടെ കാര്യ പറയുന്നത്. പെങ്ങളുടെ പേര് നഫീസത്തുൽ മിസ്രിയ. വലിയ മഹൻ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദി അവர்கள் വലിയ വലിയതായിരുന്നു. ഖിദ്മത്തിന് വേണ്ടി വന്നത് ആങ്ങളയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് പറയാ, 40 കൊല്ലം ഞാൻ ഖിദ്മത്ത് ചെയ്തു. ഒരു രാത്രിയും കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു പകലിലും ഞാൻ കണ്ടിട്ടില്ല മഹദി അവர்கள் നോമ്പൊഴിവാക്കുന്നത്. അങ്ങനെ ജീവിച്ച മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 വട്ടം നടന്ന് ഹജ്ജിന് പോയി.
പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അന്ന് നോമ്പുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അമലിന്റെ ലഹരി പരിശുദ്ധ ഖുർആൻ. എത്രയെത്ര മഹാന്മാർ ഇശാ നിസ്കരിച്ച വുളൂഓടുകൂടെ സുബ്ഹി വരെ അമൽ ചെയ്ത ശൈഖ് മുഹീദ്ദീൻ ഖുർആൻ കൊണ്ടാണ് ആത്മവീര്യമുണ്ടാക്കിയത്. ഒരു കാൽമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. അമലുകളെ ക്രമീകരിക്കാൻ നമ്മുടെ മനസ്സിനൊരു തെളിച്ചം വേണം. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറയാം. സമയം നോക്കാം. അതിനുവേണ്ടി വാച്ച് ഉപയോഗിക്കുന്ന ശൈലി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വാച്ച്. സമയം നോക്കാൻ നമ്മൾ മിക്കവാറും മൊബൈലിന്റെ ഡിസ്പ്ലേ ഓൺ ആക്കും. സമയം നോക്കുന്നെന്താ? നമുക്ക് എന്തോ ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട്. നമുക്കിപ്പോ സമയം ഇല്ലാത്തത് കൊണ്ട് സമയം എന്തായി എന്നൊരു വേവലാതി വരും. അല്ലാതെ ആരും സമയം നോക്കില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോ ആ ഡിസ്പ്ലേയിൽ നമ്മൾ കാണുന്ന സമയത്തിന്റെ കൂടെ അല്ല പിന്നെ പോകുന്നത്. അപ്പോഴാ വാട്സാപ്പിലല്ലേ മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന്റെ പിന്നാലെ അങ്ങോട്ട്. അങ്ങനെ പോയി കുറെ കഴിയുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എന്തിനാ പോയി തുറന്നു. സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്താൽ പോലും സമയം പോകുന്നു. എന്തുകൊണ്ട്? ബുദ്ധി നമുക്ക് തെളിഞ്ഞു നിൽക്കുന്നില്ല. നമ്മുടെ ബുദ്ധി തെളിഞ്ഞല്ല നിൽക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ കുറിച്ച് മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ 2016 പരിശുദ്ധ റമദാനോട് അനുബന്ധമായി അദ്ദേഹം എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇത് ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തില, ഉറങ്ങുമ്പോഴും പാതി ഉണർവില്ല. ഉറങ്ങാണെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കേൾക്കും. ഉണർന്നിരുന്നാലും ഒരു പക്ഷേ അവൻ കണ്ടിട്ട് മിണ്ടില്ല, ചിരിച്ചില്ല. എന്താ കാര്യം? കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് കേറിയിട്ടില്ല, തലയിലേക്ക് കേറിയിട്ടില്ല. ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തില്ല. ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി ആഡം സ്മിത്തും അരിസ്റ്റോട്ടിലും അവരുടെ പ്രബന്ധങ്ങൾ എഴുതുമ്പോ ഉപവസിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപവാസം ഉണർത്തുമെന്ന് ലോക പ്രശസ്തമായ ഒരു ചിന്തയ്ക്ക് ഒരു മലയാളിയുടെ കുറിപ്പ് ഉണ്ടായി. ഹൃദയത്തെ ഉണർത്താൻ, അമലുകളിൽ കയറാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുന്നു, അതിന്റെ കൂടെ നമുക്ക് മാറാത്ത ശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ അലയൊലികൾ ചേർത്താൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു വെളിച്ചമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഹൃസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ അറിവ് കൊണ്ട് നീ ഉപകാരം നൽകണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും ഞങ്ങൾക്ക് ഉപകാരമുള്ള അമലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അനുഗ്രഹീതമായ സദസ്സ് റബ്ബേ, മജ്ലിസുൻ നൂറിന്റെ വാർഷികം റഹ്മാനായ അല്ലാഹ്, ഈ സദസ്സിന് വേണ്ടി അധ്വാനിച്ചവർ, ഇവിടെ തടിച്ചുകൂടിയ സഹോദരങ്ങൾ സഹോദരിമാർ, ഇതിലേക്ക് സംഭാവന തന്നവർ എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാഹ്, ബർക്കത്ത് നൽകുക അല്ലാഹ്. റബ്ബേ, ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു നാണയത്തൊട്ടുകൊണ്ടോ, എത്ര ചെറുതെന്ന് തോന്നുന്ന എന്തുകൊണ്ടും ഇതിലേക്ക് സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും റഹ്മാനേ നീ അതിനുള്ള അർഹമായ പരിഗണന കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, കടബാധ്യതകൾ വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, പലിശയിൽ കുടുങ്ങിയവർ, ലോണിൽ പെട്ടുപോയവർ കരകയറ്റണേ അല്ലാഹ്. കടം തന്നത് നീയാ അല്ലാഹ്, നീ അത് വീട്ടി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. കണ്ണേറ് സിഹറുകൾ ബാത്തിലാക്കുക അല്ലാഹ്, പരീക്ഷകൾ എളുപ്പമാക്കുക അല്ലാഹ്. മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്. കച്ചവടത്തിലും ബിസിനസ്സിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഇവിടെ കൂടിയ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും മനസ്സിന്റെ അകത്തുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഇവിടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കുക അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ
ഞങ്ങളവർക്ക് നീ മാപ്പ് നൽകുകയല്ല. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഇവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഭക്ഷണത്തിൽ നീ ശിഫാഇന്റെ അഥർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. ക്യാൻസർ എന്ന രോഗത്തിന്റെ മാരക ദ്രഷ്ടകങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കുക അല്ലാ. ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. നീ കാലിൽ ഹാജാത്ത നീ മുദബ്ബിറുൽ ഉമൂറ ഖൈർ അടിപ്പിക്ക് അല്ലാ. ശർറ് അകറ്റ് അല്ലാ. വാഹനാപകടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുക അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന രോഗം തരല്ല അല്ലാ. പണം കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും തരല്ല അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.